കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. അവിടുത്തേക്ക് എല്ലാ ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന സ്നേഹനിധികളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുനാഥൻ്റെ വലിയ നാമത്തിൽ സന്തോഷപൂർവ്വം സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ, കർത്താവായ യേശുവിൻ്റെ പ്രിയ മകനായ പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ. നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചുകളുടെ ക്രിസ്തീയ വന്ദനവും ഇത്തരണത്തിൽ നിങ്ങളെ അറിയിക്കട്ടെ. ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ കരങ്ങളിൽ നൽകിയ ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്: സാധാരണമായ നിലയിൽ ഞാനിങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാത്ത ഈ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നങ്ങ് അവസാനിക്കുമെന്ന് നീ കരുതുമ്പോൾ ഞാൻ നിൻ്റെ അരികിൽ വരും. നിൻ്റെ ആ പ്രതീക്ഷയെ ഒരിക്കലും നീ ചിന്തിക്കാത്ത വിധം ഞാൻ അട്ടിമറിക്കും. എന്നിട്ട് നിനക്ക് ഞാനൊരു വലിയ വാതിൽ തുറന്ന് അതിലേക്ക് നിന്നെ ഞാൻ സന്തോഷത്തോടെ പ്രവേശിപ്പിക്കും. ഈ ഒരു ദൈവികമായ വാക്ക് കേൾക്കുന്ന മാത്രയിൽ ഇതൊരുപാട് എൻ്റെ ജീവിതത്തിൽ കർത്താവ് പല സാഹചര്യങ്ങളിലും തളർന്നു പോയപ്പോൾ ഇടപെട്ടൊരു വാക്കായതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. ശരിയായിട്ടും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നൊരു സമയത്താണ് നമ്മളെ തേടി വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ള നിലവുകൾ പൊടുന്നനവെ മാറ്റിമറിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു എൻട്രി നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ചില ഇവൻറ്റുകളുടെ മുമ്പിൽ നടക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി പ്രയാസത്തോടും ഭാരത്തോടും മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കരുതുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ നോക്കി നിങ്ങളുടെ സഹോദരനായ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, കർത്താവ് ഇതിനകത്ത് പ്രവേശിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷകളെയും സങ്കടങ്ങളെയും വേറൊരു കോണിലേക്ക് അത്ഭുതകരമാം വിധം കൺവേർട്ട് ചെയ്യും. യേശുവിൻ്റെ ഇടപെടൽ വിശുദ്ധ ബൈബിളിൻ്റെ സുവിശേഷ വേദഭാഗങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതായി രേഖപ്പെടുത്തിയതിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു ഇവൻ്റാണ് ശീമോൻ പത്രോസിൻ്റെ ലൈഫിൽ യേശു ആദ്യമായി കടന്നു വരുന്ന ഒരു സംഭവം. വിശുദ്ധ സുവിശേഷങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് ഈ പ്രസ്തുത സംഭവം പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ആ വേദഭാഗം ഇങ്ങനെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം: ശീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. അവരെല്ലാവരും ഒന്ന് ഞെട്ടി അല്ലെങ്കിൽ ഭയപ്പെട്ടു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. നമ്മളൊക്കെ മനസ്സിനെ വല്ലാതെ പേടിപ്പിക്കുന്ന ഹൊററായ സിറ്റുവേഷൻസിന് നടുവിൽ ഞെട്ടുന്നവരായിരിക്കാം. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ആകാംക്ഷയും ഒരു ആശ്ചര്യവുമൊക്കെ ഉണ്ടാകുന്നൊരു സമയത്ത് നമുക്കുണ്ടാകുന്നൊരു ഞെട്ടലില്ലേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് റിയൽ ആണോ എന്ന നിലയിലുള്ള ഒരു സാഹചര്യം. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ വാക്ക് കേട്ട നിങ്ങളോടും എനിക്കിതാണ് പറയാനുള്ളത്. നിങ്ങളുടെ പേടി ഒരു പോസിറ്റീവ് പേടിയായിട്ടാണ് മാറാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ, നാളെ ഞാൻ എന്ത് അവരോട് മറുപടി പറയും, ഞാൻ എങ്ങനെ ഈ വിഷയത്തെ ഓവർകം ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളൊരു നിരാശ നിറഞ്ഞ ജീവിതത്തിൽ ചിലതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉൾവലിഞ്ഞ് അനുഭവിക്കുന്ന ഒരു മാനസിക വിമ്മിഷ്ടത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഭയമല്ല ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പകരം ഒരിക്കലും ലൈഫിൽ സംഭവിപ്പാൻ സാധ്യതയില്ലാത്ത ഒരു വലിയ കാര്യം ദൈവം താൻ നേരിട്ട് വന്ന് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇവിടുത്തെ പ്രമേയം. ആ ഭയമാണ് ഇവിടെ പത്രോസിനെ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ പലവിധമായിരിക്കുന്ന സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുമ്പോൾ മറുപടി ഇല്ലാത്തതിൻ്റെയും പലതും കൊടുത്തു തീർക്കാൻ വേണ്ടത്ര കയ്യിൽ നന്മകളില്ലാത്തതിൻ്റെയും പേരിൽ ഉൾവലിഞ്ഞ് എവിടെയൊക്കെയോ ഒളിച്ചും പാത്തുമൊക്കെ ഇരുന്നു പോകുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്റെ വിഷയത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം തുറക്കാൻ പോകുന്ന അതിശയകരമായ കാഴ്ച കണ്ട് നിങ്ങളും ഈ വിധമൊന്ന് ഞെട്ടാൻ പോവാണെന്നാണ് കർത്താവിൽ ഞാൻ പറയുന്നത്. നിനക്ക് വേണ്ടി ഞാനൊരു പുതിയ പാന്താവ് തുറക്കുമെന്നും ഇന്ന് നിനക്ക് പ്രതീക്ഷിക്കാൻ വയ്യാത്ത വിധം നിന്റെ ചിന്തകൾക്ക് അതീതമായി ഞാൻ എൻ്റെ വലിയ വാതിൽ തുറന്നതിൽ നിന്നെ പ്രവേശിപ്പിക്കുമെന്നും യേശു പറഞ്ഞ വാക്ക് ഇവിടെ ആരംഭിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നൊരു ദൈവപ്രവൃത്തി ഇന്നുണ്ടാവും. നിങ്ങളുടെ വിഷയത്തിന് ഉത്തരം തരാൻ ദൈവം ചിലരെ നിങ്ങളുടെ ലൈഫിലേക്ക് അയക്കും.
നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ അപകടകരമായതും നിങ്ങളുടെ നന്മയ്ക്ക് കൂച്ചുവലം ഇടുന്നതുമായ ഒരു നടപടികളും ഇന്നുണ്ടാകുകയില്ല. നിങ്ങൾക്ക് അനുകൂലമായ വാർത്തകളെ ഇന്ന് സംഭവിക്കുകയുള്ളൂ. നിങ്ങളുടെ കാതുകൾക്ക് കേട്ടാൽ ദൈവത്തെ സ്തുതിക്കാൻ മാത്രം ഇടവരുത്തുന്ന ശബ്ദങ്ങളെ നിങ്ങളുടെ പരിസരങ്ങളിൽ എത്ര വലിയ ശത്രുവിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കിന്ന് ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് അനാവശ്യമായ ചിന്തകളെയും ഭയങ്ങളെയും എല്ലാം മനസ്സിൽ നിന്ന് മാറ്റി ഒന്ന് ധൈര്യപൂർവ്വം ഈ വാക്കിനി ബാക്കി കേട്ടാട്ടെ. ശേഷം യേശു പറയുകയാണ്, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ഈ വാക്കിനെ തുടർന്ന് ഈ പത്രോസ് അല്ലെങ്കിൽ ഈ ശിമോൻ എന്ന് പറയുന്നയാള് പിൽക്കാലത്ത് പത്രോസ് ലീഹയായി മാറിയതായി നമുക്കറിയാം. തുടർന്ന് തൻ്റെ പ്രഭാഷണങ്ങളിൽ, ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് ആൾക്കാർ, തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 3000 പേർ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുവാനായി വന്നു. ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ ആ പ്രവചനം 3.5 വർഷത്തിനോടകം പത്രോസ് എന്ന വ്യക്തിയുടെ ലൈഫിൽ നിറവേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒത്തിരി കാലമൊന്നും കാത്തിരിക്കാണ്ട് വരത്തില്ല. നിങ്ങളുടെ ജീവിതം അതിശയകരമായി മാറി മറിയും. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പാതാവിന് അതീതമായി ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിയിൽ നിങ്ങളെക്കുറിച്ചുള്ള പ്രോപ്പർ ഡിസൈൻ എന്താണെന്നുള്ളത് കർത്താവ് റിവീൽ ചെയ്യുകയാണ്. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് മീൻ മുഴുവൻ പിടിച്ചു കയറ്റിയിരിക്കുന്ന പടക് നിറഞ്ഞു കിടക്കുന്ന ആ ആശ്ചര്യഭരിതനായി നിൽക്കുന്ന മുക്കുവനോടാണ് യേശു പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഇന്നേ നാഴിക വരെ നീ കൈവച്ചിട്ടില്ലാത്തൊരു പ്രൊഫഷൻ, ഇന്നേ നാഴിക വരെ നീ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പുതിയ പ്രൊജക്റ്റ്, നിങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു പദ്ധതി ദൈവം അത് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഈ വർത്തമാനകാല പരിസരങ്ങളിൽ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു പാസ്റ്റർ ആകുമെന്നോ അച്ഛനാകുമെന്നോ ഒന്നും അല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങളെന്ന വ്യക്തി മനുഷ്യരുടെ നടുവിൽ ഒരു വലിയ സ്വീകാര്യനായി മാറും. 2, ജനങ്ങളെ ആകർഷിക്കുന്ന നിലയിൽ, പബ്ലിക് നിങ്ങളിലേക്ക് തിരിയുന്ന നിലയിൽ, അനേകം മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പദവിയോ പദ്ധതിയോ അലങ്കരിക്കുന്നവനായി മാറും. നിങ്ങൾക്കിന്ന് ഏതോ ഒരു പുറമ്പോക്കിൽ എന്ന പോലെയുള്ളൊരു സ്ഥാനമാണ് സൊസൈറ്റിയിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ അതിൻ്റെ നടുവിലെ ഒരു ശ്രദ്ധാ കേന്ദ്രമായി തന്നെ തീരും. നിങ്ങളോട് യേശുവാണ് ഈ വാക്കുകൾ പറയാൻ എന്നോട് ആവശ്യപ്പെടുന്നത്. കർത്താവിനോട് പറയുന്ന വാക്ക് ഞാൻ അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഇന്ന് വരെ കാണാത്തൊരു ഭാവി നിങ്ങളുടെ മേൽ തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീടിൻ്റെ മേൽ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ വളരെ നിരാശിതരായിരിക്കാം, പക്ഷേ നിങ്ങളുടെ കൈകളിൽ ഇന്നേ നാഴിക വരെ എത്താത്ത നന്മ വന്നു കയറും. പശുവിനെ വളർത്തി വളരെ വിഷമിച്ച് ജീവിതം നയിച്ചു പോകുന്ന ഒരു കുടുംബത്തിൽ കുറേ കാലങ്ങളുടെ പുറകിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അന്ന് ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മകൾ +1 പഠിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ പശുവിൻ്റെ കയറ് പിടിച്ച് നിൽക്കുന്ന നിന്റെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് ഇരിക്കും. പഠിപ്പിക്കാൻ നിർവാഹമില്ലാത്ത നിന്നെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കാതായിരിക്കും ദൈവം നിനക്കത് തരാൻ പോകുന്നത്. അന്ന് ആ കുഞ്ഞെന്നോട് ചോദിച്ചു, പാസ്റ്റങ്ങളെ, എനിക്കിതൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ല, ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോകണമെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മെഡിക്കൽ ബിരുദത്തിലേക്കുള്ളതായ വാതിൽ തുറന്നു. നല്ലൊരു ഡോക്ടറായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അന്ന് പശുവിനെ പിടിച്ച അവളുടെ കയ്യിൽ ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടായി വരികാൻ ദൈവം കൃപയാക്കി. നിങ്ങളുടെ ജീവിതം ഇന്ന് വരെ കാണാത്ത പുതിയ പാന്താവിലേക്ക് ദൈവം എത്തിക്കും എന്ന് പറയുന്ന ദൂതിന് ഇത്തരത്തിലൊക്കെയാണ് നിവർത്തീകരണങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങൾ ചെയ്യുന്ന പദവികൾ, നിങ്ങളുടെ മേഖലകൾ, നിങ്ങളുടെ വ്യവഹാര മണ്ഡലം എന്തോ അവിടെ നിങ്ങൾക്ക് ഇന്നേ വരെ കൈവെക്കാൻ കഴിയാത്ത പുതിയൊരു ഏട് ദൈവം തുറക്കുകയാണ്. യേശു പീറ്ററിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഈ പത്രോസ്ലീഹായുടെയൊക്കെ ലൈഫിൽ ആദ്യം പറഞ്ഞു വെച്ച ഈ വാക്ക് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഒരു മനുഷ്യനെ നോക്കാൻ സന്നദ്ധനാക്കുന്നൊരു വാക്കാണ്. സത്യത്തിൽ ഇതൊക്കെ ഒത്തിരി പ്രസംഗം കേട്ട് തഴമ്പിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. പക്ഷെ ഒന്നും ഞാൻ പറയാം, ലോകത്തിൽ ആർക്കും ചൂണ്ടിക്കാട്ടാൻ കഴിയാത്ത സ്വപ്നമാണ് യേശു ആ മനുഷ്യൻ്റെ ഉള്ളിൽ പാകിയത്. യേശു ഹൃദയങ്ങളിൽ സ്വപ്നങ്ങളുടെ വിത്ത് വല്ലാതെ പാകുന്ന നല്ല കർഷകനാണ്. അവിടുന്ന് പാകിയാൽ 100 മേനി കിളുക്കുകയും ചെയ്യും. നിങ്ങൾ ഏറ്റവും വലിയ സ്വപ്നങ്ങളുള്ളവരാകണം, ഏറ്റവും വലിയ ആഗ്രഹങ്ങളെ താലോലിക്കുന്നവരാകണം, ഏറ്റവും നല്ലതിനായി ചുവടുകൾ വെക്കുന്നവരാകണം, ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരാകൂ. നിങ്ങളുടെ ലൈഫിൽ അത് വരില്ല എന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങൾക്കത് കിട്ടത്തില്ലെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങളുടെ ലൈഫിൽ അതിനുള്ള അർഹതയുള്ളത് കൊണ്ടാണ് ചില ചിന്തകൾ നിങ്ങൾക്ക് മാത്രമായി തോന്നുന്നത്. നിന്റെ അപ്പുറമോ ഇപ്പുറമോ മുൻപോ പിൻപോ ഇല്ലാത്ത ആർക്കും തോന്നാത്ത ചില കാര്യങ്ങൾ നിന്റെ ചിന്തോമകുരത്തിൽ ദൈവം നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ
ഓർത്തുകൊള്ളണം, അത് ഫലം കായ്ക്കുക തന്നെ ചെയ്യും. മറ്റാർക്കും തോന്നാത്ത ആശയങ്ങൾ, വേറെ ആർക്കും തോന്നാത്ത ഐഡിയകൾ, വേറെ ആരും ചിന്തിക്കാത്ത പദ്ധതികൾ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് പ്രാവർത്തികമാക്കാൻ യേശു വിളിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ചിന്തകൾ വെറുതെ വരുന്നതല്ല. നിങ്ങളുടെ അരികിൽ ഒരു ദൂതനെ വിട്ട് ഇന്നാ പിടിച്ചോ എന്ന നിലയിൽ വേണമെങ്കിൽ അതൊക്കെ ദൈവത്തിന് വിളംബരം ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ ഹൃദ്യമായി നിങ്ങളുടെ മനസ്സിനോട് ഇടപെടാനാണ് പരിശുദ്ധാത്മാവ് എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം തനതായി തിരിച്ചറിയാനുള്ള ഒരു ശേഷി കൈവരിക്കുന്ന നിങ്ങളെ നോക്കി ആത്മാവിൽ നിന്ന് രാവിലെ ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ നിങ്ങൾ ഏതോ ഒരു സാധാരണ മേഖലയിൽ നിന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമായൊരു കനകസിംഹാസനത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിസ്സാരമല്ല, അത് ഭയങ്കരമായതാണ്, അതീവ മാരകമായതാണ്, ലോകത്താർക്കും ചിന്തിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ ഏറ്റവും വലുത് കൈകാര്യം ചെയ്യും. ഏറ്റവും ഉന്നതമായതിൽ നിങ്ങളുടെ ചിന്താമണ്ഡലം ഈ ദിനങ്ങളിൽ കറങ്ങണം. ഏറ്റവും ശ്രേഷ്ഠമായതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ഏറ്റവും മികച്ചതിനായിട്ട് നിങ്ങൾ തൂലിക എടുക്കണം. നിങ്ങളുടെ ഈ ദിനങ്ങളിലെ മണിക്കൂറുകൾ ചുമ്മാ നിസ്സാരപ്പെട്ട കാര്യങ്ങളുടെ പുറകിൽ ആകുലതയുടെ നഖങ്കടികളുമായി ഒതുങ്ങിക്കൂടി പോകരുത്. ഏതൊക്കെയോ വിജനതകളിൽ, ജീവിതത്തിൻ്റെ വല്ലാത്ത നേരങ്ങളിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കരുതി ചിന്താമണ്ഡലത്തിൻ്റെ ആ ഒരു കറങ്ങുന്ന സൂചി നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ഈ ഒരു വേളയിൽ നിങ്ങളുടെ നിലച്ചുപോയ ചിന്താഗതിയുടെ പുതിയ ഘടികാരങ്ങൾക്ക് നിങ്ങൾ കീ കൊടുത്തു തുടങ്ങുക. കാരണം ദൈവം അതിനെ ചലിപ്പിക്കാൻ തോന്നുന്നു തൻ്റെ കൈറോസ് പ്രൊജക്റ്റിനകത്താണ്. ദൈവത്തിൻ്റെ സമയത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എഴുതി വെച്ച മഹത്തരമായത് സംഭവിപ്പാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു. ഇത് ഏകപക്ഷീയമായി വ്യക്തിഗതമായി മാത്രം എന്ന പോലെ ഞാൻ പറയുന്ന ഒരു ദൈവാലോചനയാണ്. ഇത് കേൾക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോടെന്ന നിലയിൽ മാത്രം ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഏകാന്തമായ ഒരു ഇരിപ്പിടത്തിൽ നിങ്ങളിരുന്ന് ഹൃദ്യമായി ഇത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവം ഇന്ന് വ്യക്തിഗതമായിട്ടാണ് നിങ്ങളോട് ഈ ദൂതിലൂടെ സംസാരിക്കുന്നത്. യേശു ഈ ദൗത്യമെല്ലാം കഴിഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ടുപുറകിൽ തൻ്റെ ഈ ശിഷ്യന്മാരെ വിളിച്ചിട്ട് രണ്ടാമതൊരു ഗംഭീരം വാക്ക് പറഞ്ഞു. പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്നിട്ട് മറ്റൊരു കാര്യം ചേർത്ത് പറയുക, നിങ്ങൾ യെരൂശലേമിൽ, യഹൂദയിൽ, ശമര്യയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. മീനെ പിടിക്കുന്നവനോട് മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. അതാകാൻ പോവാ. എന്നിട്ട് കർത്താവ് ഒരു വാക്കൂടെ, ഭൂമിയുടെ അറ്റം വരെയും സാക്ഷ്യം. അതായത് ലോകത്തിലേക്ക് ഏറ്റവും വലുതിലേക്കാണ് യേശു അവരുടെ ലക്ഷ്യങ്ങളെയും നയനങ്ങളെയും പിന്നെയും തുറക്കാൻ വിളിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞതൊന്നും ആർക്കും അത്ര വലുതായിട്ടൊന്നും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആവശ്യത്തിലധികം ഇതൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ യേശു കണ്ടതായ വലിപ്പം പലരും കാണാതെ പോകുന്നുണ്ട്. നിങ്ങളിതിനെ ഒരുപാട് ദൈവശാസ്ത്രപരമായി വിശകലനം ചെയ്ത് കീറി മുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു പച്ച മനുഷ്യനായി നിന്നുകൊണ്ട് നിങ്ങളോടാണ് ദൈവം ഇത് നേരിട്ട് പറയുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുമെന്ന നിലയിൽ മാത്രമായിട്ട് ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേറെ ആരോ പറയുന്നതല്ല, നിങ്ങളോട് വ്യക്തിഗതമായി ദൈവം പറയുകയാണ് ഈ വാക്കെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകിൽ എങ്ങനെ ചാടിപ്പുറപ്പെടുമോ ആ ഒരു ചലനാത്മകതയാണ് ഈ ദൂതിൻ്റെ അപ്പുറത്ത് നിങ്ങളിൽ നിന്നും വെളിപ്പെടേണ്ടത്. ഞാൻ നിന്നെ ഏറ്റവും വലുതിലേക്കാണ് ക്ഷണിക്കുന്നത്. ഭൂമിയുടെ അറ്റം വരെ എന്ന് യേശു പറയുന്നത് ചുമ്മാ പറയുന്നതൊന്നുമല്ല, അതൊക്കെ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. ആ നിലയിലാണ് ശിഷ്യന്മാരുടെ ലൈഫിനെ യേശു അങ്ങോട്ട് ഡിസൈൻ ചെയ്ത് വെച്ചത്. മാളികമുറിയുടെ വാതിൽ തുറക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ അതവിടെ സംഭവിക്കുകയാണ്. ഭൂമിയുടെ അറ്റങ്ങൾ പീറ്റർ ഇരിക്കുന്നിടത്തേക്ക് എത്തുകയാണ്. അപ്പോസ്തലന്മാർ ഉള്ളിടത്തേക്ക് അതിൻ്റെ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നെല്ലാം ഉള്ള മനുഷ്യർ കടന്നു വരികയാണ്. മാളികമുറിയിൽ തന്നെ യേശു പറഞ്ഞ വാക്ക് നിവർത്തിക്കപ്പെടുകയാണ്. ലോകത്തിലെ എല്ലാ ഭാഷകളുകാരും അവിടേക്ക് ഒത്തുചേർന്ന് വരുമ്പോൾ യേശു പറഞ്ഞ വാക്ക് എത്രയോ പെട്ടെന്നാണ് നിവർത്തിക്കപ്പെടുന്നത്. നിങ്ങളോട് ഞാൻ പറയാം, ലോകത്ത് ഇതുവരെയും ആരും നിങ്ങളോട് പറയാത്തത് യേശു പറയുന്നത്. മറ്റാർക്കും നിങ്ങളോട് ചിന്തിപ്പാൻ പോലും പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് കർത്താവ് പദ്ധതി ചെയ്യുന്നത്. ഞാൻ ആ വാക്ക് പറയുന്നു. ലോകത്ത് നിങ്ങളെക്കുറിച്ച് ഒരുത്തിനും ചിന്തിക്കാൻ ധൈര്യമില്ലാത്ത കാര്യം ദൈവം നിന്നെക്കുറിച്ച് പദ്ധതി ചെയ്യുന്നു. മതിയല്ലേ? നമുക്കിവിടെ നിർത്താം. ഈ വാക്കുകൊണ്ട് അവസാനിപ്പിക്കാം. കർത്താവേ, തൃപ്തിയായി, സന്തോഷമായി. എനിക്കായി ദൈവം വലിയത് കണ്ടിരിക്കുന്നു, വലുതൊരുക്കുന്നു. ഞാൻ അതിലേക്ക് അടുത്ത് വരികയാണ്. ഇന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും ഇത് 100% നിവൃത്തിയാകട്ടെ. അത്ഭുതത്തിന് സമയം തുടങ്ങിയിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ഒരു ദൈവമഹത്വമാണ് ദൈവമക്കളെ ഇറങ്ങി നിൽക്കുന്നേ. ഞാൻ അഭിഷേകത്തിൻ്റെ ഒരു ഭയങ്കരമായിരിക്കുന്ന ശക്തിയെ
എൻ്റെ ശരീരത്തിൽ അത് ഫീൽ ചെയ്യുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം സംഭവിക്കട്ടെ. രോഗശാന്തികളും വിടുതലുകളും അനുഗ്രഹങ്ങളും വഴികളും സകലതും തുറക്കട്ടെ. ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് മക്കൾ ജനിക്കട്ടെ. ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നടക്കത്തില്ല എന്ന് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, അതെല്ലാം നിങ്ങൾക്കായി ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. കർത്താവ് ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന 31-ാം തീയതി നമുക്ക് ഒരുമിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചാലോ? കോട്ടയത്ത് IMA ഹാളിൽ നാഗമ്പടത്ത് വന്നിറങ്ങിയിട്ട് ഗുഡ് ഷെപ്പേർഡ് റോഡിൽ ബസേലിയസ് കോളേജിൻ്റെയും DC ബുക്സിൻ്റെയും ഇടയിലുള്ള IMA ഹാളിലേക്ക് വരിക. അവിടെ എത്തിയാൽ നമുക്ക് ഒരുമിച്ച് ഈ പുതുവർഷത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാൻ പറ്റും. നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നത്, നിങ്ങൾ വരണം കുടുംബമായിട്ട്. വെറുങ്കയോടെ വരല്ലേ. ഇത്തവണ പ്രേരണ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അല്പം എണ്ണ പ്രാർത്ഥിച്ച് അനോയിൻ്റ് ചെയ്ത് തന്നുവിടാം. നിങ്ങൾ ആ തൈലവുമായി ചെന്ന് നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾ പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യണം. പുതിയ വർഷം നിങ്ങളുടെ ഭവനം ഏറ്റവും നന്മകളാൽ നിറയുന്നതായി എനിക്ക് കാണണം. അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചർച്ചിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ സ്പെഷ്യൽ പ്രയറാണ്. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹം, യേശുരാജാവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.